എവ്രി വൺ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ BA-കാരുടെ ഫോർത്ത് സെമസ്റ്ററെ കോംപ്ലിമെൻ്ററി പേപ്പറായിട്ടുള്ള ബാങ്കിങ് 2 അതിലെ മൊഡ്യൂൾ 1 ആയിട്ടുള്ള റൂറൽ ബാങ്കിങ് ഇൻ ഇന്ത്യനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ റൂറൽ ഏരിയനെ കുറിച്ച് നമുക്കറിയാം അല്ലേ, അതായത് ഇന്ത്യയിലുള്ള റൂറൽ ബാങ്കിങ്ങിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ റൂറൽ ഏരിയാസ് എന്ന് പറയുന്നത് നമ്മുടെ ഗ്രാമീണ മേഖലയാണ്. ഈ ഗ്രാമീണ മേഖലയിലെ ബാങ്കിങ് സെക്ടേഴ്സ്, അവരുടെ കുറച്ച് കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇന്ത്യയിലെ ഗ്രാമീണ ജനസംഖ്യ എന്ന് പറയുന്നത് നമ്മുടെ ഒരു 2012 വരെയൊക്കെ തന്നെ, അല്ലെങ്കിൽ ഒരു 2000-ന് ശേഷമുള്ള സമയത്ത് നഗര ജനസംഖ്യ എന്ന് പറയുന്നത് ഗ്രാമീണ ജനസംഖ്യയേക്കാൾ വളരെ വലുതായിരുന്നു. അപ്പോൾ 2050 വരെയും ഇന്ത്യയിലെ ഗ്രാമീണ ജനസംഖ്യ ഇതുപോലെ തുടരുമെന്നാണ് പറയുന്നത് ഐക്യരാഷ്ട്രസഭ. സോ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ ഗ്രാമീണ തൊഴിലുകളുടെയും പ്രധാന മേഖല എന്ന് പറയുന്നത് കൃഷിയാണ്. ഇനി നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ അവരുടെ അഭിപ്രായത്തിൽ ഒരു ഗ്രാമീണ പ്രദേശത്ത് ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ജനസാന്ദ്രത എന്ന് പറയുന്നത് ചതുരശ്ര കിലോമീറ്ററിൽ 400 പേരാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ മുനിസിപ്പൽ ബോർഡ് ഇല്ലാത്ത, അതായത് അതിർത്തികളിലൊന്നും മുനിസിപ്പൽ ബോർഡ് ഇല്ലാത്തതുമായിട്ടുള്ള ഗ്രാമങ്ങളാണ് ഉണ്ടാവുക. പിന്നെ തൊഴിൽ ചെയ്യുന്ന പുരുഷന്മാരുടെ ജനസംഖ്യ എന്ന് പറയുന്നത് 75% ആയിരിക്കും. അവർ കാർഷിക മേഖലയിലും മറ്റ് അനുബന്ധ പ്രവർത്തനങ്ങളിലും ആയിരിക്കും ഏർപ്പെട്ടിരിക്കുക. പിന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗ്രാമപ്രദേശങ്ങളെ 49,000 താഴെ ജനസംഖ്യയുള്ള സ്ഥലങ്ങളായിട്ടാണ് പറയുന്നത്. അത് ടയർ 3 മുതൽ ടയർ 6 വരെയുള്ള സ്ഥലങ്ങളായിട്ടാണ് അതിനെ തരംതിരിച്ചിരിക്കുന്നത്. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിൽ ജനസംഖ്യ 68.8%, തൊഴിലാളികളിൽ 72.4% ഗ്രാമങ്ങളിലാണ് താമസിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതിനകത്ത് നിങ്ങൾക്കൊരു ടേബിൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. 1970-71 എക്കോണമി റേറ്റും അതുപോലെ വർക്ക് ഫോഴ്സിൻ്റെ റേറ്റും 2011-12 അത് 46.9 ആവുന്നതും 70.9 ആവുന്നതും. അപ്പോൾ ഇക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത് 1970-71 മുതൽ 2011-12 വരെ ഇന്ത്യയിലെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് 3,199 ബില്യൺ രൂപയിൽ നിന്ന് 21,107 ബില്യൺ രൂപയായിട്ട് വളർന്നു നിൽക്കുകയാണ്. 2004-05 ഈ ഒരു വിലയാണ് അളന്നത്. സോ 191 ദശലക്ഷത്തിൽ നിന്ന് 336 ദശലക്ഷമായിട്ട് തൊഴിലും ഈ ഒരു കാലഘട്ടത്തിൽ വളരെയാണ്. അപ്പോൾ ഇതിൽ ഗ്രാമീണ മേഖലയുടെ സംഭാവന എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ വലുതാണ്. ഇന്ത്യയുടെ കാർഷിക ഉൽപ്പാദനത്തിൻ്റെ ഭൂരിഭാഗവും ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ്? ഗ്രാമപ്രദേശങ്ങളിലാണ്. രാജ്യത്തെ കാർഷികേതര ഉൽപ്പാദനത്തിൻ്റെ 1/3 കാർഷികേതര തൊഴിലിൻ്റെ 48.7% അവർ സംഭാവന ചെയ്തതാണ്. അപ്പോൾ ഇതിനകത്ത് വീണ്ടും ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്, അഗ്രികൾച്ചർ, മാനുഫാക്ചറിങ്, കൺസ്ട്രക്ഷൻ, സർവീസസ് എന്ന് പറഞ്ഞിട്ട്. 1970 മുതലും അതുപോലെ 2011-12 വരെയുള്ളൊരു കാലഘട്ടവും അതിനുശേഷം ഇത് റൂറൽ NDPയിൽ നിന്നും അതുപോലെ ഷെയറിംഗ് റൂറൽ എംപ്ലോയ്മെൻറ്റിൽ നിന്നും പറഞ്ഞിട്ടാണ് പലതരത്തിലും ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് കൂടി വരികയാണ്. പല ടൈമിലും എന്ത് ചെയ്യാണ്, റൂറൽ ഏരിയാസിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്, അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഏതൊക്കെയാണ് ഗ്രാമീണ ധനകാര്യ സ്രോതസ്സുകൾ, അതായത് സോഴ്സസ് ഓഫ് റൂറൽ ഫിനാൻസ് എന്ന് പറയുന്നത്? ഫസ്റ്റ് വൺ എന്ന പ്രൈവറ്റ് ക്രെഡിറ്റ് ആണ്. അതായത് ചിലപ്പോൾ പണമിടപാടുകാർ നൽകുന്നതായിരിക്കും, ഭൂ ഉടമകൾ നൽകുന്നതായിരിക്കും, ചിലപ്പോൾ വ്യാപാരികളും കമ്മീഷൻ ഏജന്റുമാരും ആയിരിക്കും ആദ്യം പ്രൈവറ്റ് ക്രെഡിറ്റ് നൽകുക. പിന്നീട് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റിനെ കുറിച്ചിട്ടാണ്. അതായത് ചിലപ്പോൾ സഹകരണ സംഘങ്ങൾ, വാണിജ്യ ബാങ്കുകൾ, റീജിയണൽ റൂറൽ ബാങ്ക്സ്, ഇതൊക്കെ ആയിരിക്കും ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റുകൾ എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് ഗ്രാമീണ ബാങ്കിങ് എന്താണെന്ന് നോക്കാം. സോ റൂറൽ ബാങ്കിങ് എന്ന് പറയുന്നത് ഗ്രാമപ്രദേശങ്ങളിലെ ആളുകൾക്ക് സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങൾ നൽകുക അല്ലെങ്കിൽ പരിഹാരങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഗ്രാമീണ ബാങ്കിങ് അല്ലെങ്കിൽ റൂറൽ ബാങ്കിങ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ബാങ്കിങ് മേഖല സ്ഥാപിതമായതോടു കൂടിയിട്ടാണ് ഈ ഒരു റൂറൽ ബാങ്കിങ് സംഭവങ്ങളും ഈ ഗ്രാമീണ മേഖലകളിൽ ആരംഭിക്കുന്നത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗ്രാമപ്രദേശങ്ങളിൽ സേവനം നൽകുന്ന ഏറ്റവും വലിയൊരു ബാങ്കാണ്. പല ഗ്രാമീണരും അനൗപചാരിക വായ്പക്കാരെയാണ് പൊതുവെ ആശ്രയിക്കാറ്. അതായത് ഇപ്പോൾ നമ്മൾ പണ്ടൊക്കെ കണ്ടിട്ടില്ലേ, ഓരോരുത്തർ വലിയ പണമിടപാടുകാരും പിന്നെ അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ആളുകൾ വന്നിട്ട് ഇവിടെ പൈസ കൊടുക്കുന്നതൊക്കെ കണ്ടിട്ടില്ലേ. ഇതൊക്കെ തന്നെ അവരെ ഉയർന്ന കടത്തിലേക്കാണ് നയിക്കുന്നത്. 1969-ലും 1980-ലും ബാങ്ക് ദേശസാൽക്കരണത്തിന് ശേഷം പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഗ്രാമീണ ബാങ്കിങ് ആയിരുന്നു. അങ്ങനെ അവർക്ക് മുൻഗണനാ മേഖല വായ്പ, പ്രത്യേകിച്ച് കാർഷിക മേഖലയ്ക്കൊക്കെ തന്നെ പ്രാധാന്യമായതുകൊണ്ട് റൂറൽ ബാങ്കിങ് എന്ന് സ്ഥാപിതമായി. ഇനി വാട്ട് ഈസ് റീജിയണൽ റൂറൽ ബാങ്കുകൾ, അതായത് RRBs എന്താണെന്നാണ് ഡിസ്കസ് ചെയ്യേണ്ടത്. സോ
ഇത് ഒക്ടോബർ 2, 1975 5 ബാങ്കുകളിൽ ആരംഭിച്ച് ആദ്യമായിട്ട് സ്ഥാപിതമായത്. ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ബാങ്കിങ് സേവനങ്ങൾ എന്ത് ചെയ്യുക, ഗ്രാമപ്രദേശങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത്. ഇവരുടെ ചുമതലകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദുർബല വിഭാഗങ്ങൾക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ വാഗ്ദാനം ചെയ്യുക, ഗ്രാമീണ സമ്പാദ്യവും ഉൽപ്പാദനവും ഒക്കെ തന്നെ പ്രോത്സാഹിപ്പിക്കുക. ഇതൊക്കെയായിരുന്നു അവരുടെ ചുമതലകൾ എന്ന് പറയുന്നത്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ 50%, സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ 15, അതായത് 15%, ദേശസാൽകൃത ബാങ്കുകൾ 35% എന്നിവയിൽ നിന്ന് അവർക്ക് ധനസഹായം ലഭിക്കും. ഉദാഹരണം കേരള ഗ്രാമീൺ ബാങ്കാണ് കേട്ടോ. അതുപോലെ ഈ RRBസിൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേതനം, അതുപോലെ തന്നെ പെൻഷൻ തുടങ്ങിയ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഇവർ കൈകാര്യം ചെയ്യുന്നു. ലോക്കറുകൾ, ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡ്സ്, മൊബൈൽ ബാങ്കിങ് തുടങ്ങിയിട്ടുള്ള സേവനങ്ങളൊക്കെ തന്നെ ഇവർ നൽകും. ആദ്യത്തെ 5 RBIകളുടെ ഉദാഹരണങ്ങളിൽ പ്രഥമ ബാങ്ക്, അതായത് UP, ജയ്പൂർ, നാഗ്പൂർ, അഞ്ചാലി ഗ്രാമീൺ ബാങ്ക് ഒക്കെ തന്നെ ഇതിനകത്ത് ഉൾപ്പെടുന്നതാണ്. ഇനി വാട്ട് ഈസ് സഹകരണ ബാങ്കുകൾ എന്നുള്ളത് നമ്മൾ എപ്പോഴും കേട്ടിട്ടുണ്ട് അല്ലേ. സഹകരണ ബാങ്ക്, കോപ്പറേറ്റീവ് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ, നമ്മൾ കോപ്പറേറ്റീവ് ബാങ്കിൽ പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടില്ലേ. നമ്മുടെ ഒരു ഗ്രാമപ്രദേശത്തിൽ ഏറ്റവും അധികം കേൾക്കുന്ന പേരാണ് ഈ സഹകരണ ബാങ്കുകൾ എന്ന് പറയുന്നത്. പക്ഷേ ഏറ്റവും കൂടുതൽ ഇപ്രാവശ്യം കേരളത്തിൽ തിരിമറി നടന്നതും സഹകരണ ബാങ്കുകളിലാണ്. അപ്പോൾ അംഗങ്ങളുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് ഉപഭോക്താക്കളും ഉടമകളുമാണ്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തവരാണ് കോപ്പറേറ്റീവ് ബാങ്ക്സ് എന്ന് പറയുന്നത്. തുടക്കത്തിൽ പ്രാദേശിക പണമിടപാടുകാരെ മാറ്റി സ്ഥാപിച്ചു. അതുപോലെ പ്രാഥമികമായിട്ട് കൃഷി, ഗ്രാമീണ വ്യവസായങ്ങൾ, ചിലപ്പോൾ നഗര വ്യാപാരം, വ്യവസായം എന്നിവയിനൊക്കെ തന്നെ ഇവർ സർവീസായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കോപ്പറേറ്റീവ് ബാങ്ക്സിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇതിനകത്തേക്ക് ഒരു ഡെമോക്രസിയുടെ കീഴിൽ നിൽക്കുന്നു എന്നുള്ള രീതിയിലാണ്. അതായത് തിരഞ്ഞെടുക്കപ്പെട്ട ഡയറക്ടർമാരുള്ള ഒരു ജനാധിപത്യ ഘടനയുടെ കീഴിൽ പ്രവർത്തിക്കുക എന്നുള്ളതാണ് കോപ്പറേറ്റീവ് ബാങ്ക്സ് ചെയ്യുന്നത്. ലാഭം എന്ന് പറയുന്നത് കരുതൽ ശേഖരത്തിലേക്ക് നീക്കിവെക്കുകയും ഗ്രാമീണ മേഖലയിലെ സാമ്പത്തിക വളർച്ചയ്ക്ക് നിർണായകമായിട്ടുള്ളൊരു പങ്ക് വഹിക്കുക എന്നുള്ളതും കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഒരു ഫീച്ചറാണ്. പിന്നെ അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകളെ, അതായത് UCBസിനെ മാറ്റി നിർത്തിയിട്ട് അർദ്ധനഗര പ്രദേശങ്ങളെയൊക്കെ തന്നെ പരിപാലിക്കുന്നവർ, അതായത് RBIയിൽ നിന്ന് ലൈസൻസ് ഈ ഒരു കോപ്പറേറ്റീവ് ബാങ്ക്സിന് ആവശ്യമാണ്. ഇനി 3 ടയർ സ്ട്രക്ചർ എന്ന് പറയുന്നുണ്ട്. അതിനകത്ത് പ്രൈമറി ക്രെഡിറ്റ് അസോസിയേറ്റ്സും അതുപോലെ ജില്ലാ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്സ്. ഇതാണ് ഒരു 3 ടയർ സിസ്റ്റം എന്ന് പറയുന്നത്. ഈ ഒരു കോപ്പറേറ്റീവ് ബാങ്ക്സിൻ്റെ ഗുണങ്ങൾ എന്ന് പറയുന്നത് പരമ്പരാഗതമായിട്ടുള്ള ഒരു ക്രെഡിറ്റ് സമ്പ്രദായങ്ങൾക്ക് ഫലപ്രദമായിട്ടുള്ള രീതിയിലൊരു ബദൽ എന്നുള്ള രീതിയിലാണ്. അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള രീതിയിലൊരു സാധനമായിരുന്നു കോപ്പറേറ്റീവ് ബാങ്ക്സ് എന്ന് പറയുന്നത്. വില കുറഞ്ഞ രീതിയിൽ വായ്പ നൽകുക, അതുപോലെ തന്നെ സമ്പാദ്യം, നിക്ഷേപം, ഇതൊക്കെ നമ്മുടെ ഗ്രാമീണ മേഖലയെ പ്രോത്സാഹിപ്പിക്കുക, കാർഷിക മെച്ചപ്പെടുത്തലുകൾക്ക് വേണ്ടിയിട്ട് സഹായിക്കുകയും നിക്ഷേപങ്ങൾക്ക് ഉയർന്ന പലിശ നിരക്ക് വാഗ്ദാനം ചെയ്യുക. ഇതൊക്കെയായിരുന്നു കോപ്പറേറ്റീവ് ബാങ്ക്സിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളെന്ന് പറയുന്നത്. പക്ഷേ ഈ സഹകരണ സംഘങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ, അതായത് പൊതുവെ സഹകരണ ബാങ്കുകൾ എന്ന് പറയുന്നത് വഞ്ചനാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് പേര് കേട്ടതാണ്. നമുക്കറിയാലോ ഓരോ ബാങ്കിൻ്റെ പ്രശ്നങ്ങൾ. ഇരട്ട നിയന്ത്രണം എന്ന് പറയുന്നത് മേൽനോട്ടത്തെ കുറച്ചുകൂടി സങ്കീർണമാക്കും. പിന്നെ രാഷ്ട്രീയവൽക്കരിക്കുകയാണ്, അതായത് അവിടെ ജോലി ചെയ്യുന്നവരെ റിക്രൂട്ട് ചെയ്യുന്നതും അതിൻ്റെ റിസോഴ്സസും ഒക്കെ പ്രാദേശികമായിട്ടുള്ള രീതിയിലുള്ള പാർട്ടികളൊക്കെ ആയിരിക്കും അത് കൈകാര്യം ചെയ്യുക. അതും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇനി ലോക്കൽ ഏരിയ ബാങ്ക്സ് എന്ന് പറയുന്നത് ലാബ്സിനെ കുറിച്ചിട്ടാണ്. ഗ്രാമീണ അർദ്ധനഗര പ്രദേശങ്ങളിൽ മത്സരാധിഷ്ഠിതമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ചെറുകിട സ്വകാര്യ ബാങ്കുകളാണ് ലോക്കൽ ഏരിയ ബാങ്കുകൾ എന്ന് പറയുന്നത്. പ്രാദേശിക നിക്ഷേപത്തിനായിട്ട് ഗ്രാമീണ സമ്പാദ്യങ്ങൾ സമാഹരിക്കുന്നതിനായിട്ട് 1996 ലാബുകൾ സ്ഥാപിതമായത്. 1956 കമ്പനി നിയമപ്രകാരം പബ്ലിക് ലിമിറ്റഡ് കമ്പനീസ് ആയിട്ട് ഇത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. റിസർവ് ബാങ്ക് മാനദണ്ഡങ്ങൾക്കും മൂലധന പര്യാപ്തത ആവശ്യകതകൾക്കൊക്കെ തന്നെ വിധേയമായിട്ടാണ് ലാബുകൾ വരുന്നത്. നിലവിൽ 4 ലാബുകളാണ് ഇന്ത്യയിലുള്ളത്. അതായത് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് കൃഷി, ചെറുകിട വ്യവസായങ്ങൾ, അതുപോലെ മൊത്തം വായ്പയുടെ 40% ദുർബല വിഭാഗങ്ങൾക്ക് 10% എന്നൊക്കെ പറഞ്ഞിട്ട്, അതുപോലെ മൊത്തത്തിൽ ഈ ഒരു ചെറുകിട വ്യവസായങ്ങളെയും കൃഷിയെയും ഒക്കെ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് സാധാരണ ബാങ്കിങ് പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളതാണ് അവരെന്ന് പറയുന്നത്. ഇനി നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്, നബാർഡിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. 1982 ജൂലൈ 12 പാർലമെൻറ്റ് നിയമപ്രകാരം സ്ഥാപിതമായിട്ടുള്ള ഒന്നാണ് നബാർഡ് എന്ന് പറയുന്നത്. ഇന്ത്യ ഗവൺമെൻറ്റും റിസർവ് ബാങ്കും തുല്യമായിട്ട് ധനസഹായം നൽകുന്ന ഒന്നാണ് നബാർഡ് എന്ന് പറയുന്നത്. സാമ്പത്തികവും സാമ്പത്തികേതരവുമായിട്ടുള്ള ഇടപെടലുകളിലൂടെ കൃഷിയും ഗ്രാമവികസനവും പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ചെയ്യുന്നത്. പിന്നെ പോളിസി പ്ലാൻ ചെയ്യുക, റീഫിനാൻസിങ് ചെയ്യുക, ക്രെഡിറ്റ് പ്ലാനിങ് ചെയ്യുക,
ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വികസിപ്പിക്കുക, ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഇതിനകത്ത് പെടുന്നുണ്ട്. നബാർഡിൻ്റെ പങ്ക് എന്ന് പറയുന്നത് പലതരത്തിലുള്ള സൂക്ഷ്മമായിട്ടുള്ള സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. ഉപജീവനത്തിന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന കുറേ സംരംഭങ്ങൾ ഉണ്ടാവുമല്ലോ, ഇതിനെയൊക്കെ തന്നെ പ്രോത്സാഹിപ്പിക്കുക, ഓരോരുത്തരുടെയും ശേഷി വർദ്ധിപ്പിക്കുക, സാമ്പത്തികമായിട്ടുള്ള രീതിയിൽ എല്ലാവരെയും ഇതിനകത്തേക്ക് ഉൾപ്പെടുത്തുക, എല്ലാവരുടെ ശ്രമങ്ങൾക്കും പിന്തുണ നൽകുക, ഗവേഷണം നടത്തുകയും ഗ്രാമീണ ബാങ്കിങ്ങിലും വികസനത്തിലും കുറച്ചുകൂടി നല്ല പുതുമ കൊണ്ടുവരിക, ഇതൊക്കെ തന്നെ നബാർഡിൻ്റെ പങ്കിൽ പെടുന്നതാണ്. അപ്പോൾ ഓവറോൾ ആയിട്ട് നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബാങ്കിങ് റിലേറ്റ് ചെയ്തിട്ട് റൂറൽ ബാങ്കിങ് ഇൻ ഇന്ത്യനെ കുറിച്ചിട്ടാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രാമീണമായിട്ടുള്ള ധനസ്രോതസ്സുകൾ, ഗ്രാമീണ ബാങ്കിങ് എന്താണ്, റീജിയണൽ റൂറൽ ബാങ്ക്സുകൾ എന്താണ്, സഹകരണ ബാങ്ക്സ് എന്താണ്, അതിനുശേഷം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ലോക്കൽ ഏരിയ ബാങ്ക്സ് എന്തൊക്കെയാണ്, പിന്നെ നബാർഡിനെ കുറിച്ചിട്ടും ഇതിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു.